നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാശം, ഓരോന്ന് പേരും ചാകാനായിട്ട്. ഇതൊക്കെ എവിടെ നിന്ന് കുറ്റം പറിച്ചു വരുന്നു? എന്താടി മറ്റുള്ളവരെ പെടുത്താനായിട്ട് ഇറങ്ങിക്കോണം. നീ ലാഭത്തിറങ്ങിയ പെടക്കോഴിയാ, പിടിക്കട്ടെ? വേണ്ട വേണ്ട, ഓടി. നല്ല കിളി പോലത്തെ ഒരു പെങ്കൊച്ച്, വിട്ട് കളയണോ അണ്ണാ? എടാ തീവട്ടി, കള്ളു കുടിച്ചെന്ന് പറഞ്ഞ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. ആ പോയ കൊച്ചിനെ വെച്ച് പുലുവാല് പിടിക്കാൻ ഞാനില്ല. സാർ എന്തായി പറയുന്നേ? കൊല്ലാനല്ലേ സാർ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്? അവളെ കെട്ടിത്തൂക്കി തട്ടിയേക്കാൻ കൊട്ടേഷൻ തന്നൊക്കെ ശരി തന്നെ. പക്ഷേ അത് അപ്പോഴത്തെ ഒരു ഐഡിയ ആയിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ. സാർ അത് പറഞ്ഞപ്പോ കാര്യങ്ങൾ ക്ലൈമാക്സിൽ എത്തിയിരുന്നു. പിന്നെ അങ്ങനെ ഇട്ടിട്ട് പോകാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അവളിനി ചത്തുപോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ ചതിച്ചവളാ അവള്. പക്ഷേ ആ വാൾ എവിടെയാണെന്ന് അറിയണമെങ്കിൽ എനിക്കവളെ വേണം. അവളുടെ ജീവനെങ്ങാനും ഇപ്പൊ പോയിരുന്നെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു പോയേനെ. കോടികളാ നഷ്ടം, കോടികൾ. സാറേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സേഫ്റ്റി നോക്കണമായിരുന്നു. അവളുടെ കഴുത്തി കെട്ടിയപ്പോ അവൾ അവിടെ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടിയേനെ. പോലീസ് അപ്പ തന്നെ ഞങ്ങളെ പൊക്കിയേനെ. ഇതിപ്പോ സാറിന് പ്രശ്നമൊന്നുമില്ല. അവളെ എന്തായാലും ജീവനോടെ കിട്ടിയില്ലേ. ഇനി വാളെവിടെയാണെന്ന് അറിയണമെങ്കിൽ ചെകിട്ട് നോക്കി 2 പൂശ പൂശാ മതി. തത്ത പറയുന്ന പോലെ അവള് പറയും. എടാ, അവളത് പറയണമെങ്കിൽ ആ കുഞ്ഞിനെ കാണണം. ആ കുഞ്ഞവിടെ. കുഞ്ഞിന്റെ കാര്യം ഞങ്ങളോട് നോക്കിക്കൊള്ളാനല്ലേ സാറ് പറഞ്ഞത്? കുഞ്ഞിന്റെ കാര്യമൊക്കെ നിങ്ങളങ്ങ് മറന്നേക്ക. എടാ, ആ കുഞ്ഞിനെ നിങ്ങൾ എവിടെയാടാ കൊണ്ടുപോയി കളഞ്ഞത്? എന്താടാ സുനി? ചുരുട്ട് സുനിയുടെ അടുത്ത് അവന്റെ കളി. അവനിപ്പോ ആ കുഞ്ഞിനെ വേണമെന്ന്. പിന്നെ ഞാനിപ്പം കൊടുക്കാൻ പോലെ. നീ വാടാ, നമുക്ക് 2 അടിക്കാം. അല്ല, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞങ്ങളൊരു സിനിമാ കഥ ഡിസ്കസ് ചെയ്യായിരുന്നു. മുടിഞ്ഞ വയലൻസ്. ആ പടം നിർമ്മിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. നിക്കവിടെ. എന്താ, നീ എന്നെ വരട്ടുവാണോ? എന്റെ കുഞ്ഞെവിടെ? ആ വാളെവിടെ? വാളോ? അതെ, ഉടവാള്. ചെമ്പകമംഗലത്തുകാരുടെ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ വാള്. വാളല്ലേ ദുഷ്ട ഞാൻ നിനക്ക് കൊണ്ടുതന്നത്. ഇത്രയും നാൾ ആ ചെമ്പകമംഗലത്ത് നിന്ന് അവരുടെയൊക്കെ ആട്ടും തുപ്പും ചീത്തവിളിയും കേട്ട് ഞാൻ കഷ്ടപ്പെട്ട് കട്ടെടുത്ത മരതക വാള്. എന്റെ ഭർത്താവിനെ പോലും ചതച്ച് വെറുപ്പിച്ച് ഞാൻ കൂടെ നിന്നിട്ട് നീ എന്റെ കുഞ്ഞിനെ വിറ്റല്ലേ? എന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കി. ചോദ്യൻ. ചതിച്ചത് നീയാണ്. നീ ഒറിജിനൽ വാളും മറ്റാർക്കോ വിറ്റിട്ട് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാള് കൊണ്ടുവന്ന് എന്നെ ചതിക്കാൻ നോക്കിയല്ലേ? കള്ളം പറയുന്നോ നീ?
പ്രതിയാക്കാൻ നോക്കുന്നു. നിന്നെ പോലൊരു വഞ്ചകനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൊന്നു കളയോടി നിന്നെ ഞാൻ. കൊല്ലടാ, കൊല്ല്. എന്നെ കൊന്നിട്ട് നിനക്ക് വേറൊരുത്തിയുടെ കൂടെ ജീവിക്കണം അല്ലേ? എല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്റെ ഭർത്താവിനെ ചതിച്ച് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി. ഇനി എന്നെ കൊന്നിട്ട് സുഖമായി ജീവിക്കാന്ന് നീ കരുതിയോ? നിന്നെ ഞാൻ വിടില്ലടാ. കൊല്ലും നിന്നെ ഞാൻ. കൊല്ലൂടാ. നല്ല പളുങ്ക് പോലത്തെ കൊച്ച്. ഇതിനിപ്പോ എന്ത് ചെയ്യും? ഇതൊരു മുതലല്ലടാ, നല്ല വിലയ്ക്ക് വിൽക്കാം. എൻ്റെ ഒരാളുണ്ട്. ഇതാ വൈശാഖ സാറിന്റെ കുഞ്ഞാണോ? എന്ത് മണ്ടത്തരവാടാ നീ ചോദിക്കുന്നേ? അയാളുടെ കുഞ്ഞാണെങ്കിൽ അയാൾ തരുവോ? ഇതാ വെടല മൈഥിലിക്ക് ആരോ കൊടുത്ത ഗിഫ്റ്റാ. നാശം, ഓരോന്ന് പേരും ചാകാനായിട്ട്. ഇതൊക്കെ എവിടെ നിന്ന് കുറ്റം പറിച്ചു വരുന്നു? എന്താടി മറ്റുള്ളവരെ പെടുത്താനായിട്ട് ഇറങ്ങിക്കോണം. സോറി. നിലാവത്തിറങ്ങിയ പെടക്കോഴിയാ. പിടിക്കട്ടെ? വേണ്ട വേണ്ട, ഓടി. നല്ല കിളി പോലത്തെ ഒരു പെങ്കൊച്ച്. വിട്ട് കളയണോ അണ്ണാ? എടാ തീവട്ടി, കള്ളു കുടിച്ചെന്ന് പറഞ്ഞ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. ആ പോയ കൊച്ചിനെ വെച്ച് പുലുവാല് പിടിക്കാൻ ഞാനില്ല. അതിലും വലിയ മുതലാ നമ്മുടെ ഇരിക്കുന്നത്. പൊന്നും വിലയുള്ള മുതല്. ഇതിനെ ആദ്യം വിറ്റ് കാശാക്കാം, ബാക്കിയൊക്കെ പിന്നെ. വണ്ടി എടുക്കടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.